എല്ലാവർക്കും ഡ്രീം വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അത് കാണിച്ചു തരാം. ബായോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. നമുക്കിത് കണ്ടാലോ? കണ്ട, ഇതാണ് പടവലങ്ങ. ഏതാണ്ട് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. കറക്റ്റ് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. വലിയ പടവലങ്ങയാണ്. വലിയ കണ്ടോ, വലിയ പടവലങ്ങയാണ്. അത് കല്ലുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ, കല്ലുകൾ ഇങ്ങനെ ഒരു കെട്ടിയിട്ടുണ്ട്. കാര്യം ഇത് ഇത്തിരി നീളം കൂടാൻ വേണ്ടിയിട്ട് ചുരുണ്ട് മേളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ വേറെ ഉണ്ട്. ഇവിടെ ഉണ്ട് നല്ല സൈസുള്ള പടവലങ്ങ. എടുക്കാം, പൊടിയാൻ ചാൻസ് ഉണ്ട്, എടുക്കുന്നില്ല. പടവലുണ്ട്, പാവലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കവറ് ഇട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. കാര്യം ഇത് കൊതുവൊക്കെ ഊന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാലേ ഇത് ഇങ്ങനെ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കവറൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. സെപ്പറേറ്റ് വരേണ്ട, അത് ചെറിയ ചെറിയ പയറുകളൊക്കെ നട്ടിട്ടിരിക്കുന്നുണ്ടോ. വെണ്ടയ്ക്ക സൈസാണ്. പറിക്കാൻ സമയമായി. എന്താ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത് നല്ലവണ്ണം ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ എൻ്റെ പയറ് കണ്ടോ, നല്ല വിളവെടുപ്പിന് സമയമായിട്ടുണ്ട്. എല്ലാം നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക നല്ല ഹൈറ്റിന് ഉണ്ടോ. ഈ ഉറുമ്പ് ഇങ്ങനെ കൂട് വയ്ക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കേടുകളൊന്നും വരില്ല. പയറിനും വേറൊന്നിനും ഇങ്ങനെ കേടുകളൊന്നും വരില്ല. ഈ ഉറുമ്പ് ഉള്ളത് നല്ലതാണ്. ഇത് നല്ല പാവയ്ക്കാണ്. ഇതാണ് പടവലം. ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടയിൽ വാങ്ങണ ഈ പടവലത്തിന് ഇത്രയും മണം കിട്ടത്തില്ല. നല്ല ഫ്രഷാണ്. ഇതിലൊക്കെ ജൈവവളം വെച്ചാണ് എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കൊതുകുകളൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ കവറൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. പൂവുണ്ട്, അത് നല്ല അയ്യോ പറഞ്ഞു പോയാൽ അത് പോയി. അതെ, മുട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ടോ. അത് കായില്ലാത്ത പൂവാണേ. ഇത് കായില്ലാത്തതാണോ? ഇവിടെ മത്തനുണ്ട്. മത്തൻ ചെറുതായിട്ട് ആയി വരുന്നതേ ഉള്ളൂ. നിറയെ ഉണ്ട്. അപ്പൂപ്പൻ പാവയ്ക്ക പറിച്ചു തുടങ്ങി. അപ്പൂപ്പനെ പോയി സഹായിക്കാം. എനിക്കിത് കാണാനും പറിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പ് വേണ്ട സൈസ് എൻ്റെ ഹൈറ്റ് വരും. എൻ്റെ ഹൈറ്റ് ഇല്ല എങ്കിലും എൻ്റെ നല്ല മൂക്കിൻ്റെ ദൂരം വരും. കണ്ടോ, വലിയ പടവലാണ്. പടവലത്തിന്റെ പൂവ്. അടുത്ത് ചെറിയൊരു പടവലത്തിനെ കാണിച്ചു തരാം. ചെറിയൊരു പടവലാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അമ്മച്ചി. ഇതാണ് ഏറ്റവും വലിയ പടവലം. ഇത് പറിക്കാൻ പോവാണ്. എന്റെ അത്ര ഉണ്ട്. എന്റെ കാലം ഉണ്ട്. ഇതാണ്
കൂവ കൃഷി. ഇവിടെ പന്നിയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആവാറായിരുന്നപ്പോൾ തന്നെ പന്നി വന്ന് കളച്ചു. ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അവിടെ കണ്ടോ പന്നി കണ്ട, പന്നി എത്രയും വന്ന് നശിപ്പിച്ചിട്ട് പോയതാണ്. അവിടെ കൃഷി മൊത്തം ഇല്ലാതാക്കി. ഇതാണ് ചേന. ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അമ്മച്ചി അപ്പച്ചനൊക്കെ കഷ്ടപ്പെട്ട്, അതായത് മാസങ്ങൾ കൊണ്ട് അവർ കഷ്ടപ്പെട്ടതാണ്. അവിടെ പടലൊക്കെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇങ്ങനെ വിളവെടുപ്പിന്റെ സമയത്ത് നമ്മളെ വിളിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ മോളും ഞാനും എൻ്റെ വൈഫൊക്കെ ഉണ്ട്, ഒരു കുറച്ച് പേരുണ്ട്. നമ്മുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷമാണ്. കാര്യം അവരെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട നമ്മുടെ അപ്പച്ചൻ. അവര് കൃഷി ചെയ്താണ് നമ്മുടെ അടുത്ത് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ ഇങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.